കേന്ദ്ര നിയമമനുസരിച്ച് 2013 മുതലാണ് കേരളത്തിൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത്. അത് സർക്കാർ ജീവനക്കാർക്കാണ് പങ്കാളിത്ത പെൻഷൻ. സർക്കാർ ജീവനക്കാരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജീവനക്കാരും ഉൾപ്പെടും. എന്നാലൊരു വ്യത്യാസമുണ്ട്. ശമ്പളത്തിൻ്റെ 10% സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് നമ്മളാണ് കേരള സർക്കാർ അടയ്ക്കുന്നതെങ്കിൽ കേന്ദ്ര ജീവനക്കാർക്ക്, കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക്, എക്സാമ്പിൾ പോസ്റ്റ് ഓഫീസ് അങ്ങനെയുള്ള ജീവനക്കാർക്ക് 14% സർക്കാർ വീതവും 10% ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെ വീതമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഫണ്ടിൽ നിന്നാണ് ഇതൊരു പെൻഷൻ കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ചുള്ള ഒരു തീരുമാനം എല്ലാ സംസ്ഥാനങ്ങളും നടപ്പിലാക്കുന്നത് പോലെ കേരളത്തിലും 2013 നടപ്പിലാക്കി. എന്നാൽ പ്രൈവറ്റ് സെക്ടറിലുള്ള ജീവനക്കാർക്ക്, പ്രൈവറ്റ് സെക്ടറിൽ പെൻഷൻ ഫണ്ട് തൊഴിൽ ഉടമയുടെ കയ്യിൽ നിന്നാണ്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലാണ് എഗ്രിമെൻറ്റ്. അതായത് തൊഴിലാളി അടയ്ക്കുന്ന അതേ സംഖ്യ തന്നെ തൊഴിലുടമയും സർക്കാരിലേക്ക് അടയ്ക്കുന്നുണ്ട്. അതിന് 10 വർഷ സർവീസ് ആവുന്നതിന് മുറയ്ക്ക് 10 വർഷ സർവീസ് ഇപ്പോൾ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റൊരു കമ്പനിയിൽ ഏത് നിലയ്ക്കായാലും ആ 10 വർഷ സർവീസുള്ള ഒരു സാധാരണ തൊഴിലാളിക്ക് PF പെൻഷന് അർഹതയുണ്ട്. PF പെൻഷൻ ഇന്ന് മിനിമം PF പെൻഷൻ 1000 രൂപ കൊടുക്കുന്നുണ്ട്. അതുപോലെ കേന്ദ്ര സർക്കാരിലെ സ്ഥിരപ്പെടുത്തിയ ജീവനക്കാർക്കാണ് 2013 മുതൽ സ്ഥിരപ്പെടുത്തുന്ന നാൾ മുതലാണ് ഈ പെൻഷന് അർഹതയുള്ളൂ. അതുകൊണ്ടാണ് 4000 രൂപയിൽ കുറവ് വരെ കിട്ടുന്ന തൊഴിലാളികൾ, അതുപോലെ സർക്കാർ ജീവനക്കാരിൽ വളരെയധികം 50,000 60,000 ഒക്കെ നിങ്ങൾ കേട്ട് പേടിച്ചിട്ടുണ്ടായിരിക്കാം. അതിൽ 4000 രൂപ വരെ വാങ്ങുന്ന സർക്കാർ ജീവനക്കാരും നിലവിലുണ്ട്. അവർ ആ പ്രായമാവുന്ന അവസാന കാലഘട്ടത്തിൽ സ്ഥിരപ്പെടുത്തിയ ആളുകളും അതുമാതിരി അടിസ്ഥാന ശമ്പളമൊക്കെ വളരെ കുറവുള്ള ആ കാറ്റഗറിയിൽപ്പെട്ട ആളുകളായിരിക്കും. ഓക്കെ, താങ്ക് യു.